നീ ഒരു ചരിത്രമായി തീരുന്നത് നിന്റെ കളർ കൊണ്ടല്ല, നിന്റെ ശബ്ദം കൊണ്ടല്ല. കാക്കയുടെ കളർ എല്ലാവർക്കും ഇഷ്ടമല്ല, ശബ്ദവും എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ കളർ ഇവിടെ വിഷയമല്ല, ശബ്ദം ഇവിടെ വിഷയമല്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു ചരിത്രമാകും. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിലാണ്. സുവിശേഷം 22-ാം അധ്യായം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളുടെ, സഹനങ്ങളുടെ, വേദനകളുടെ ആഴമേറിയ ഒരു വിവരണമാണ്. അതിൽ വ്യാഴാഴ്ച ദിവസം നടന്ന പെസഹാ ദിനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യാഴാഴ്ച ദിനം നടന്ന ചില സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ നിങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ലൂക്കോസ് 22-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന വലിയൊരു ഗൂഢാലോചന നമുക്ക് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മേശ, അന്ത്യത്താഴം നമുക്ക് കാണാം. അതിൽ 24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ, ലൂക്കോസ് 22-24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന വലിയ തർക്കം നടക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം നടക്കുന്നത് ഒരൊറ്റ ദിവസമാണ്. ലൂക്കോസ് 22-39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അതിശ്രദ്ധേയമായ, അതിശക്തമായ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ പടയാളികൾ, പട്ടാളക്കാർ പിടിക്കുവാനായി ഇറങ്ങി വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അങ്ങനെ യേശുവിനെ പിടിക്കുവാനുള്ള ഗൂഢാലോചന അന്ന് രാത്രിയിൽ നടക്കുന്നു. അന്ത്യത്താഴം അന്ന് രാത്രിയിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം മധ്യയിൽ ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ചോരത്തുള്ളികൾ, വിയർപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന പോലെ ചോരത്തുള്ളികൾ പൊടിഞ്ഞുകൊണ്ട് മാനവകുലത്തിൻ്റെ, എൻ്റെ, നിങ്ങളുടെ, നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം വഹിച്ചുകൊണ്ട് വ്യഥ അനുഭവിക്കുന്ന വ്യഥയുടെ ഗെത്സമനയിലെ പ്രാർത്ഥന നമുക്ക് കാണാം. ഇതിനെല്ലാം ഏറ്റവും ഒടുവിൽ പട്ടാളക്കാർ, പടയാളികൾ യേശുവിനെ പിടിക്കുവാൻ വരുന്നത് നമുക്ക് കാണാം. ഈ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ എന്താണ് ലൂക്കോസ് 22-നുള്ള പ്രാധാന്യത? നിങ്ങൾക്കറിയുമോ? തിരുമേശ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുമ്പോൾ പൗലോസ് 1 കൊരിന്ത്യർ 11-26 വാക്യത്തിൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചെന്നും യേശുവിനായി ജീവിക്കുന്ന വിശുദ്ധ സഭയെ, ജനത്തെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമെന്നും ആ ഒരൊറ്റ വാക്യത്തിൽ കാണുന്നു. ഒന്ന് കർത്താവ് വരുവോളം മരണത്തെ, ഒന്ന് കർത്താവ് പറഞ്ഞേ കർത്താവ് വരും, യേശു മടങ്ങി വരും. അപ്പോൾ യേശു മടങ്ങി വരും എന്ന ഒരു ദൂത് ആ വാക്യത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ തിരുമേശ കർത്താവിൻ്റെ മരണത്തെ ഉറപ്പിക്കുന്നതാണ്. ഗെത്സമനയുടെ തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. ലൂക്കോസ് 22-39 മുതൽ 46 വരെയുള്ള ഭാഗങ്ങൾ. പിന്നെ അവൻ പതുപോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അത് ഒരു പതിവായിരുന്നു.
ആ പതിവ് കർത്താവ് തെറ്റിക്കുകയില്ലായിരുന്നു. യേശു കർത്താവ് 2 കാര്യങ്ങൾ പതിവായി ചെയ്തു. പറഞ്ഞേ, 2 കാര്യങ്ങൾ യേശു പതിവായി ചെയ്തു. ഒന്ന്, ബൈബിൾ പറയുന്നുണ്ട്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അപ്പൊ യേശു കൃത്യമായി ചർച്ചിൽ പോകുമായിരുന്നു. 2, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ പതിവ് പോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പൊ കൃത്യമായി മിക്ക ദിവസങ്ങളിലും ഒലൂമലയിൽ പോയിരുന്ന് യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പതിവായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങൾക്കത് പതിവായിരിക്കണം. പള്ളി പോകുന്നതും ചർച്ചിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും യേശു പതിവ് പോലെ ചെയ്തു. വല്ലപ്പോഴും ചർച്ചിൽ വരുന്നവരുണ്ട്, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനല്ല, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ, എനിക്കറിയാം ഈ ചർച്ചിൽ വളരെ ചൂടുള്ള സമയത്തും പെരുമഴയത്തും വിവിധ ബസ്സുകൾ കയറിയുമൊക്കെ ഒരാരാധന പോലും മുടക്കാതെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോകുന്നവനായിരുന്നു. അവൻ എല്ലാ ദിവസവും പതിവായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ യേശുവിനെ സേവിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. ഞാൻ എൻ്റെ അധരം കൊണ്ടൊരു വാക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. കർത്താവേ, എൻ്റെ കൊതിയല്ല, നിന്റെ ഹിതം മതി. എൻ്റെ കൊതിയല്ല, നിന്റെ ഇഷ്ടം മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗം തന്റെ ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തും, അവനെ ശക്തീകരിക്കും. ഹല്ലേലൂയ. പിതാവേ, നിന്റെ പെർഫെക്റ്റ് വിൽ, നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് കാണാം. അവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു കർത്താവിന്റെ സബ്മിഷൻ നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നു. നിങ്ങൾ ഈ തിരുമേശ ഇതിൽ ഇന്ന് പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ടൈറ്റിൽ കൊണ്ട്, ഒരു തലക്കെട്ട് കൊണ്ട് തീരുന്ന ഒന്നല്ല. ഈ ശുശ്രൂഷ ഇവിടെ ഉണ്ടാകാൻ പുത്രന്റെ ഒരു വലിയ വിധേയത്വം ഉണ്ടായിരുന്നു. പുത്രൻ അന്ന് പിതാവിന് വിധേയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അനുസരണമുള്ള പുത്രനായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ വിടുവിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും നടക്കുകയില്ല. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ നമ്മൾ ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മൾ ഇന്നും ജാതികളായി ദൂരസ്ഥരായി കിടന്നേനെ. എന്നാൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മെ യേശു ക്രിസ്തു മുഖാന്തിരം പിതാവായ ദൈവം സമീപസ്ഥരാക്കി തീർത്തതിന്റെ കാരണം പുത്രന്റെ അനുസരണമാണ്, പുത്രന്റെ വിധേയത്വമാണ്, സബ്മിഷനാണ്. രണ്ടാമതായിട്ട് നമുക്കതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട്. റെസിസ്റ്റിംഗ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻസ് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ? പ്രലോഭനം, ഇങ്ങനെ പലതും ഇങ്ങനെ കാണാൻ, കേൾക്കാൻ, പറയാൻ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന പോലെ എല്ലാവർക്കും ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഏലിയാവിന്റെ കാലത്ത് ദൈവം ഒരു കാക്കയെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കാൻ. നമുക്കറിയാം, ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കാക്ക കൃത്യമായി അപ്പവും ഇറച്ചിയും ഏലിയാവിന് തന്നെ കൊണ്ടു കൊടുത്തു. ഏതെങ്കിലും ഒരു കാക്കയുടെ കയ്യിൽ എന്തേലും ഒരു സാധനം കിട്ടിയാൽ അത് കൃത്യ സ്ഥലത്തെത്തൂ. ഏലിയാവിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കാക്ക, അതിന് കൊതിയുണ്ട്. അതിന്റെ ചുണ്ടിലോട്ട് ഈ അപ്പോ ഇറച്ചിയും കേറിയപ്പം
ഉറപ്പായിട്ടും അതിന്റെ ടേസ്റ്റ് അതിനടിക്കുന്നുണ്ട്. കാക്കയ്ക്ക് അതെവിടെയും കൊണ്ടുപോയി മരച്ചില്ലയിൽ വെച്ച് കൊത്തി വലിച്ച് തിന്നണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏലിയാവിന്റെ അടുക്കലേക്ക് പോകുന്ന ഈ കാക്ക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ കാക്കയ്ക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ കൊതി അല്ല നടക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാണ് നടക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, സ്വന്തം കൊതിക്കു വേണ്ടി ആ കാക്ക ആ അപ്പവും ഇറച്ചിയും ഏതെങ്കിലും മരച്ചില്ലയിൽ കൊണ്ടുപോയി വെച്ച് ഏലിയാവിന്റെ അടുക്കൽ എത്തിക്കേണ്ട ഫുഡ് തന്നെത്താൻ കൊത്തി വലിച്ചു തിന്നിരുന്നെങ്കിൽ ഈ കാക്ക ബൈബിളിൽ വരുവോ? പറ. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ? ഈ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയാവോ? എന്തുമാത്രം പ്രസംഗം ഉണ്ടെന്നറിയാം. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും, അപ്പവും ഇറച്ചീവ ജീവ ഉറവയിൻ തോടനിക്കു. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. കണ്ടോ, ആ കാക്കയെ കുറിച്ച് പാട്ടുണ്ടോ? ആ കാക്ക ഇപ്പൊ ബൈബിളിലുണ്ടോ? ഇത് ബൈബിളിൽ വന്നതും ഇതിന്റെ പേരിൽ പാട്ടുണ്ടായതും ദൈവത്തോട് കാണിച്ച അനുസരണമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നീ ഒരു ചരിത്രമായി തീരുന്നത് നിന്റെ കളർ കൊണ്ടല്ല, നിന്റെ ശബ്ദം കൊണ്ടല്ല. കാക്കയുടെ കളർ എല്ലാവർക്കും ഇഷ്ടമല്ല, ശബ്ദവും എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ കളർ ഇവിടെ വിഷയമല്ല, ശബ്ദം ഇവിടെ വിഷയമല്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു ചരിത്രമാകും, ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമാകും, യേശുവിൻ നാമത്തിലാകും. Resisting the temptations. നിങ്ങളുടെ അകത്ത് വരുന്ന എല്ലാ ടെംപ്ടേഷനെയും നിങ്ങൾ ഈ തിരുമേശയുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിട്ടതിലേക്കോ ഉപേക്ഷിച്ചതിലേക്കോ ഒക്കെ പോകാൻ തോന്നുന്നുണ്ടോ? വിട്ടുകളഞ്ഞതിലേക്ക് തിരിയാൻ തോന്നുന്നുണ്ടോ? ചില സമയങ്ങളിലൊക്കെ പതുക്കെ ഇങ്ങനെ കയറി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. ടെംപ്ടേഷനെ ജയിക്കാൻ യേശു പറഞ്ഞ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറയുമ്പം ടെംപ്ടേഷൻ കൂടും. പ്രാർത്ഥന കൂടുമ്പോൾ ടെംപ്ടേഷൻ നിങ്ങളെ വിട്ടുപോകും. പ്രാർത്ഥന കുറയുമ്പോൾ പല പ്രലോഭനങ്ങളും നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ പ്രലോഭനങ്ങൾ നിങ്ങളെ വിട്ടുപോകും. എല്ലാ ഈവിൾ ടെംപ്ടേഷൻസിനെയും, എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും, ജഡത്തിൽ ഉയരുന്ന സകല ഈവിൾ ടെംപ്ടേഷനെയും യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്.